ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശിവാനി ആണെന്നറിയുമ്പോൾ നിധിക്ക് ഒരുപാട് സന്തോഷമായി കൺഗ്രാറ്റുലേഷൻ പറയുമ്പോൾ ശിവാനി മുഖം കൊണ്ട് അങ്ങ് ഒരു തരം കോപ്രായം കാണിക്കുകയാണ് കേട്ടോ. നിൻ്റെ കൺഗ്രാറ്റുലേഷൻ ഒന്നും എനിക്ക് വേണ്ട എന്ന ഭാവത്തിൽ കേട്ടോ. ഇതേ സമയമാണെങ്കിൽ പ്രണവ് അയ്യോ ഞാൻ മറന്നുപോയി ആൻറ്റി, എല്ലാവർക്കും മധുരം നൽകാൻ മധുരം വാങ്ങിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് വസുന്ധരയുടെ മുന്നിൽ നീട്ടുകയാണ് കേട്ടോ. അങ്ങനെ വസുന്ധര പിന്നീട് കൺഗ്രാറ്റുലേഷനൊക്കെ പറയാണ്. എന്തായാലും എൻ്റെ മോനൊരു കുഞ്ഞ് പിറക്കാൻ പോവല്ലേ, ഈ ആൻറ്റിയുടെ വക ഇന്നാ മധുരം എന്ന് പറഞ്ഞിട്ട് പ്രണവിൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ പ്രണവ് വളരെ സന്തോഷവാനാണ്. അപ്പോഴും ശിവാനിയാണെങ്കിലും നിധിയെ തന്നെ നോക്കുന്നത്, നിധിയെ ഒരു പുച്ഛത്തോടു കൂടി ഇങ്ങനെ കളിയാക്കിയും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയം എല്ലാവർക്കും മധുരം കൊടുക്കുകയാണ്. നിർമ്മലക്കും അതുപോലെ തന്നെ പാറുവിനും അതുപോലെ ശിവാനിക്കും ഒക്കെ പ്രണവ് മധുരം കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അവിടെ തൊട്ടരികിൽ നിൽക്കുന്ന തൻ്റെ ഏട്ടനും നിധിക്കും പ്രണവ് മധുരം കൊടുക്കുന്നില്ല. അത് കാണുന്ന പാറു, എന്താണ് നീ കാണിക്കുന്നത്, നിൻ്റെ ഏട്ടന് മധുരം കൊടുക്കടാ എന്ന് പറയുമ്പോൾ ആർക്കോ എന്നുള്ളതുപോലെ പ്രണവ് അവർക്ക് രണ്ടുപേർക്കും മധുരം നൽകാൻ കേട്ടോ. ഈ സമയം ഗൗതം ആ മധുരം അങ്ങ് എടുത്തുടനെ കൺഗ്രാറ്റുലേഷൻ പ്രണവ് എന്ന് പറയുമ്പോൾ ആർക്ക് വേണം നിങ്ങളുടെ പുകഴ്ത്തൽ എന്ന് പറയണേട്ടോ. അത് കേട്ടുടനെ നിങ്ങളുടെ വാഴ്ത്തലും നിങ്ങളുടെ അഭിനന്ദനമൊന്നും എനിക്ക് വേണ്ട എന്ന് പറയട്ടോ. അത് കേൾക്കുന്ന ഗൗതം, എന്താണ് നീ പറയുന്നത്, എന്താ നീ ഇങ്ങനെ പറയുന്നത്, മനസ്സിലൊന്ന് വെച്ച് വേറെ രീതിയിൽ പെരുമാറുന്ന നിങ്ങളുടെ അഭിനന്ദനങ്ങളൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്നതിനോട് കൂടി നിധി പറയണം, ഗൗതം നിൻ്റെ ഏട്ടനെക്കുറിച്ച് നീ ഒരിക്കലും ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. നിൻ്റെ ഏട്ടൻ എന്ത് മനസ്സിലാണ് വെച്ചിട്ടുള്ളത് അത് നിങ്ങൾക്കറിയാലോ, മനസ്സിൽ എന്താ വെച്ചിട്ടുള്ളതെന്ന്. അതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അതിപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഗൗതമിനെ കുറ്റപ്പെടുത്താൻ കേട്ടോ. ഈ സമയം പാറുവാണെങ്കിലോ, എന്തായാലും എൻ്റെ പേരക്കുട്ടി നിൻ്റെ വയറ്റിൽ പിറക്കുകയാണ്, എന്തായാലും നീ നല്ല ശ്രദ്ധിക്കണം ശിവാനി. അത് കേൾക്കുന്ന ശിവാനി, ഈശ്വര ഇല്ലാത്ത ഒരു പേരക്കുഞ്ഞിനെ ഞാൻ എങ്ങനെ ശ്രദ്ധിക്കാനാണ്. ഇതോടുകൂടി പാറു പറയണേ, അതെ 3-4 മാസം കഴിഞ്ഞാൽ നിൻ്റെ വയറങ്ങ് വലുതാവും ഈശ്വര, അത് തന്നെയാണ് എൻ്റെ പേടി. 3-4 മാസം കഴിഞ്ഞാൽ വയറ് വലുതാവാതിരുന്ന് നിങ്ങൾക്കിടയിൽ ചോദ്യം വരും എന്നുള്ള ആ ഒരു ഇതായിട്ടോ. അപ്പോഴേക്കും അവിടെ പ്രണവ് പറയണേ, അമ്മേ ഇവളുടെ വയറ്റിലാണ് കുഞ്ഞെങ്കിലും എൻ്റെ മനസ്സിൽ ഇപ്പം തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ രൂപം അങ്ങ് മനസ്സിൽ കൊണ്ടിരിക്കുന്നു. ഇവൾ നടക്കുന്ന 3-4 മാസം കഴിഞ്ഞാൽ ഇവളുടെ വയറ് വീർത്തിരിക്കുന്ന ആ ഒരു രംഗത്തെക്കുറിച്ച് എനിക്ക് ആലോചിച്ച് വളരെ സന്തോഷമാണ് തോന്നുന്നത്. 3-4 മാസം കഴിഞ്ഞാൽ ഇവൾ ഇങ്ങനെയല്ലേ ആയിരിക്കും നടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പ്രണവ് എന്ത് ചെയ്യുന്നു, തൻ്റെ വയറും തീറ്റി ഇങ്ങനെ ഗർഭിണി നടക്കുന്ന ആ ഒരു രംഗം കാണിച്ചു കൊടുക്കാനായിട്ടാണ്. എന്നാൽ ഈ സമയം ഇത് കാണുന്ന പാറു പറയണ, ശരിയാണ് ശിവാനി, 3-4 മാസം കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നടക്കുക. എന്തായാലും നിന്നിൽ നിന്ന് ഒരുപാട് പേരക്കുട്ടിയെ ഞാൻ ആഗ്രഹിക്കുന്നു, ഒന്ന് പോരട്ടോ 3-4 വേണട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ശിവാനി മനസ്സുകൊണ്ട് ചിന്തിക്കണം, ഒന്നിനെ തന്നെ പിറക്കാൻ ഇല്ലാത്ത ഗർഭം ഞാൻ എങ്ങനെ ഉണ്ടാക്കാനാണ്, എൻ്റെ വയറ്റിലാണെങ്കിലോ ഒന്നുപോലും പിറക്കില്ലെന്ന് പറയുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് ശിവാനി മനസ്സുകൊണ്ട് പറയുമ്പോൾ ഇപ്പുറത്താണെങ്കിൽ പ്രണവ് ആ ഗർഭിണിയായ ആ ഒരു പെണ്ണ് നടക്കുന്ന ആ ഒരു ഇതൊക്കെ ഇങ്ങനെ കാണിക്കാൻ കേട്ടോ. ആ സമയം നിധിക്കാണെങ്കിൽ തൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞ് ജനിച്ചെങ്കിൽ എന്നൊരു ആഗ്രഹം തോന്നാണ്. തൻ്റെ വയറ്റിൽ ഇങ്ങനെ നിധി തൊട്ട് നോക്കാണ്. ഇതേ സമയം ഇത് കാണുന്ന ഗൗതമിന് അത് കണ്ടു നിൽക്കാൻ കഴിയില്ല. ഗൗതം അവിടെ നിന്ന് പോവാണ്. നിധി ആ തൊട്ട് നോക്കുന്ന ഗൗതം ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നീട് ഇങ്ങനെ പ്രണവ് പറയണേ, എന്തായാലും ഇങ്ങനെയൊക്കെയല്ലേ നടക്കുക. അപ്പോൾ ഉടൻ തന്നെ വസുന്ധര പറയണേ, എന്തായാലും ഈശ്വരമംഗലത്തെ നീ കാത്തു, ചിലവർക്കൊക്കെ പ്രസവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ ഈശ്വരമംഗലത്തിൻ്റെ തറവാടിനെ കാത്തല്ലോ, ഈശ്വരമംഗലത്തെ നീ ഒരു അവകാശി വന്നല്ലോ. അത് കേൾക്കുന്ന പാറു പറയുന്നത് ശരിയാണ്, ഒരു അവകാശി വന്നല്ലോ. എന്തായാലും എൻ്റെ മോള് ഇനി ആരോഗ്യമൊക്കെ നല്ല ശ്രദ്ധിക്കണം, ഇനിയുള്ള ഭക്ഷണ കാര്യങ്ങളൊക്കെ നല്ല ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പ്രണവ് വാ നമുക്ക് പോവാം. അപ്പോഴേക്കും ശിവാനി സ്പീഡിൽ നടക്കാൻ ഒരുങ്ങുമ്പോൾ പ്രണവ് പറയാം, അങ്ങനെയല്ല നടക്കേണ്ടത്, പതിയെ നടക്കണമെന്ന് പറഞ്ഞിട്ട് പ്രണവ് ശിവാനി ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോകാൻ കേട്ടോ. ഇതേ സമയം പാറുവാണെങ്കിൽ ഇതൊക്കെ പറഞ്ഞ് തിരിഞ്ഞു നോക്കുന്നത് നിധിയുടെ മുഖത്തോട്ടായിരിക്കും. ഇത് കാണുന്ന നിധിയുടെ മുഖം ഒരുമാതിരി ആകെ ഇല്ലാതായി പോയതുപോലെ. അപ്പോഴാണെങ്കിലോ പാറുവിന് നോക്കാൻ കഴിയുന്നില്ല, കാരണം എങ്ങനെ അവളെ ഫേസ് ചെയ്യും എന്ന ഭാവത്തോടു കൂടി പാറു തലതാഴ്ത്തി നിൽക്കുക കേട്ടോ. ഇതേസമയം പാറു അവിടെ നിന്ന് വേഗം പോവുകയും ചെയ്തു. നിധിയാണെങ്കിൽ വളരെ സങ്കടത്തോട് കൂടി നിൽക്കുകയാണ്. പിന്നീട് റൂമിൽ ചെന്ന പ്രണവ് ശിവാനിയെ കയ്യിൽ കോരിയെടുത്തിട്ട് ഇങ്ങനെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ഭാര്യ ഗർഭിണിയായിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പ്രണവ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ശിവാനിക്ക് തല ചുറ്റുകയാണ്. അങ്ങനെ ശിവാനിയെ നിലത്തിറങ്ങുമ്പോൾ അയ്യോ ഞാൻ എന്തൊരു പൊട്ടനാണ്, ഞാൻ എന്താ ചെയ്തത്, ഗർഭിണിയായൊരു പെൺകുട്ടിനെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലല്ലോ, ഞാൻ എന്താണ് ഈ
ചെയ്തത്, അയ്യോ ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആ കണ്ണാടിയുടെ മുന്നിലുള്ള ആ ഫോട്ടോയുടെ അടുത്തോട്ട് പോകാനായിട്ട്, ശിവാനി ഇന്നലെ നീ ഈ ഫോട്ടോ ഒട്ടിച്ചുള്ളൂ, അപ്പോഴേക്കും നീ എനിക്ക് ഇന്നൊരു കുഞ്ഞിനെ തന്ന്, നീ എൻ്റെ ജീവിതത്തിൽ വന്നത് വലിയ ഭാഗ്യമാണ്. നിന്നെ കിട്ടിയത് മുതൽ എനിക്ക് എന്തെല്ലാം സൗഭാഗ്യങ്ങളാണ് വരുന്നത്. എന്തിന് എനിക്ക് ഒരു കുഞ്ഞിനെ കിട്ടി, പിന്നെ കോഫി ഷോപ്പ് ഓപ്പൺ ആവണം, എന്തെല്ലാം ഭാഗ്യങ്ങളാണ് എന്നെക്കൊണ്ട് കിട്ടുന്നത്. എടാ നീയാണ് പൊട്ടെ, ഇല്ലാത്ത കുഞ്ഞിൻ്റെ പേരിൽ നീ ഇങ്ങനെ ഓരോ സ്വപ്നം കാണുമ്പോൾ എനിക്ക് നിന്നോട് പുച്ഛാണ് തോന്നുന്നത് എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ വസുന്ധര അവിടെ വന്നിരിക്കേണ്ടിട്ടാ. അപ്പോഴേക്കും വസുന്ധര അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് എങ്ങനെ ശിവാനിയോട് പറയണേ, ശിവാനി എന്നാൽ നീ ഇത്ര പെട്ടെന്ന് ഈ ഈശ്വരമംഗലത്തെ കിട്ട ഒരു കുഞ്ഞിനെ തരുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, അതിനൊരു താങ്ക്സും കൂടി എനിക്ക് പറയണമെന്ന് തോന്നി. എത്ര പെട്ടെന്നാണ് ശിവാനി നീ എനിക്കൊരു കുഞ്ഞിനെ തന്നത്, ഇവിടെ ഇനിയൊരു കുഞ്ഞുണ്ടാവില്ല എന്ന പ്രതീക്ഷയോട് കൂടി നിൽക്കുമ്പോൾ നീ എനിക്കൊരു കുഞ്ഞിനെ തന്നപ്പോൾ നിന്നോട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എന്തായാലും പ്രണവിൻ്റെയും ശിവാനിയുടെയും ജീവിതത്തിൽ ഇനി സന്തോഷമുള്ള നാളുകളാവട്ടെ. എന്തായാലും നിങ്ങൾക്കൊപ്പം ഞാനുണ്ട്. ഇനി മുതൽ പ്രണവ് നീയാണ് എൻ്റെ മകൻ കേട്ടോ, എൻ്റെ മകൻ ഞാൻ വിളിച്ചു നടക്കുന്നത് നിന്നെയാണ്. നീയാണ് ഈ ഈശ്വരമംഗലത്തിൻ്റെ അവകാശി, നീയാണ് ഈ ഈശ്വരമംഗലത്തിന് ഒരു അവകാശി ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പ്രണവിന് ഒരുപാട് സന്തോഷമാണ് കേട്ടോ. അങ്ങനെ വസുന്ധരയുടെ വാക്കുകൾ വലിയ സന്തോഷമാണ്. ഇതേസമയം പ്രണവ് നീ ആ കോഫി ഷോപ്പിലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ലല്ലോ. ഇല്ല ചെയ്തിട്ടില്ല, അത് ചെയ്യാൻ നോക്ക്, പെട്ടെന്ന് നോക്ക്, കുഞ്ഞിവിടെ വളരും, പക്ഷേ അപ്പോഴേക്കും അച്ഛന് വലിയൊരു ബിസിനസ്മാൻ ആവണ്ടേ എന്ന് പറഞ്ഞ് മനഃപൂർവ്വം അവിടെ നിന്ന് പ്രണവിനെ പറഞ്ഞു വിടണം കേട്ടോ. പിന്നീട് ശിവാനിയോട് പറയണേ, എന്നാലും എടി കള്ളി, 2 ദിവസത്തിനുള്ളിൽ ഞാൻ നിന്നോട് ഇക്കാര്യം പറഞ്ഞതേ ഉള്ളൂ, അപ്പോഴേക്കും നീ എനിക്കൊരു കുഞ്ഞിനെ സമ്മാനിച്ചല്ലോ. എന്തായാലും എൻ്റെ മനസ്സിലുള്ള ലക്ഷ്യം നിനക്കറിയാലോ. നിധിക്ക് ഗർഭമില്ലെന്ന് പറഞ്ഞ് നിധിയെ ഇവിടെ നിന്ന് അടിച്ചിറക്കണം. നീ ഇനി എന്തായാലും ഗർഭിണി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടുത്തെ വസുന്ധരയുടെ പാറുവിൻ്റെ സ്നേഹം നീ കണ്ടില്ലേ, ഏട്ടത്തി നിന്നെ അതിയായി സ്നേഹിക്കും. ഇപ്പോൾ പ്രണവിൻ്റെ സ്നേഹം കണ്ടില്ലേ, ഇവരൊക്കെ സ്നേഹമുള്ളവരാണ്. നിനക്ക് ഇനി സ്നേഹം കിട്ടാൻ കിടക്കുന്നേ ഉള്ളൂ. ഇവരുടെയൊക്കെ സ്നേഹം കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായി നിധിയെ എല്ലാവരും തള്ളിപ്പറഞ്ഞ് തുടങ്ങും. നിധിയെ ഇങ്ങനെ മാറ്റി നിർത്തൽ തുടങ്ങും ഇവിടെ എൻ്റെ ഏട്ടത്തി ഇപ്പോൾ നിന്നെ കെയർ ചെയ്യുന്നത് കണ്ടില്ല, അത് കാണുന്ന നിധി ഈ വീട്ടിൽ നിന്ന് ഒരു ഗർഭമില്ലാത്ത ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് തോന്നി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് വസുന്ധര അവിടെ നിന്ന് പോകുമ്പോൾ ശിവാനി കരയാണ് കേട്ടോ. ഈശ്വര, എങ്ങനെ ഞാൻ 3-4 മാസം കഴിഞ്ഞാൽ ഒരു വയറ് വീർക്കും, എങ്ങനെ ഞാൻ വയറ് വെച്ച് കെട്ടു, അതിനൊന്നും പറ്റില്ലല്ലോ, ഞാൻ എന്താ ചെയ്യുക, എനിക്ക് നീ തന്നെ വഴി കാണിച്ചു തരണേ, ഞാൻ എന്താ ചെയ്യുക, എനിക്കറിയില്ലല്ലോ ഈശ്വര, എനിക്കറിയാത്ത ഈ കാര്യം ഞാൻ എന്താ ചെയ്യുക, ഇപ്പോഴും ഞാൻ ഗർഭിണിയാണെന്നുള്ള സത്യം ഇവർക്ക് മുന്നിൽ പറഞ്ഞു, പക്ഷേ ഇനി വയറ് വീർത്തില്ലെങ്കിൽ പിന്നീട് എനിക്ക് എന്താ ഉണ്ടാവുമെന്ന് അറിയില്ല എന്നിങ്ങനെ ചിന്തിക്കുന്നു കേട്ടോ. പിന്നീടാണെങ്കിലും ഗൗതമിനെയാണ് കാണിക്കുന്നത്. ഗൗതം തൻ്റെ റൂമിലിരുന്നിട്ട് ഇവിടെ പ്രണവ് പറഞ്ഞ വാക്കാണ്, നീ അങ്ങനെ എന്നെ പുകഴ്ത്തണ്ട, മനസ്സിലൊന്ന് വെച്ചിട്ട് എനിക്ക് നീ അഭിനന്ദനം പറയണ്ട എന്ന് പറഞ്ഞ വാക്കാണ് കേട്ടോ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നിധി പാലുമായി വരുന്നത്. അങ്ങനെ നിധി വന്നിട്ട് ഗൗതമിനോട് ചോദിക്കുക, എന്തത്ര കാര്യമായി ആലോചിക്കുന്നത്, എന്താ നിധി നീ ആളെ കളിയാക്കുന്നത് പോലെയുള്ള ഒരു പറച്ചിൽ, നിനക്കറിയില്ലേ ഞാൻ എന്താ ആലോചിക്കുന്നത്, എന്ത് ശിവാനിയുടെയും പ്രണവിൻ്റെയും കാര്യമാണോ? അതെ, പ്രണവ് എന്നോട് പറഞ്ഞത് കണ്ടില്ലേ, അവനൊരു കുഞ്ഞുണ്ടാവുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനെ അഭിനന്ദിച്ചപ്പോൾ അവൻ എന്നോട് മനസ്സിലൊന്ന് വെച്ച് പെരുമാറേണ്ടതാണ്, ഞാൻ എന്ത് മനസ്സിൽ വെച്ച് പെരുമാറിയെന്ന് അവൻ പറയുന്നത്. അത് കേൾക്കുന്ന നിധി പറയാണ്, അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്, എന്തായാലും ശിവാനി വന്നത് മുതൽ അവൻ്റെ മനസ്സ് ആകെ മാറിയിരിക്കുന്നു. അത് കേൾക്കുന്ന ഗൗതം പറയണേ, ഞാൻ എൻ്റെ അനിയനെ എത്രമാത്രം സ്നേഹിച്ചതാണ്, എൻ്റെ അനിയൻ എൻ്റെ മനസ്സ് ഇതുവരെ വായിച്ചെടുത്തില്ല, അതാണ് എൻ്റെ സങ്കടം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിധി പറയാണ്, അതൊന്നും വിഷമിക്കേണ്ട, ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ഗൗതമിനെ അവൻ തിരിച്ചറിയുമെന്നൊക്കെ ഇങ്ങനെ പറയണേട്ടാ. അപ്പോൾ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഗൗതം പറയണേ, നീ ശരിക്കും അവൾക്കൊരു കുഞ്ഞുണ്ടായപ്പോൾ നിനക്കൊരു കുഞ്ഞുണ്ടാവാൻ നീ ആഗ്രഹിച്ചില്ലേ, നിൻ്റെ വയറ്റിൽ നീ കൈവച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ നിധി പൊട്ടിക്കരയണേട്ടാ. നിധി പറയണേ, ഗൗതം നീ എന്നെ വെറുക്കുമോ, കാരണം ഇവിടെ ഇപ്പോൾ പ്രണവിന് കുഞ്ഞുണ്ടാകുമ്പോൾ എനിക്ക് നിനക്കൊരു കുഞ്ഞിനെ പോലും തരാൻ കഴിയാത്ത ആ ഒരു പെണ്ണാണെന്നുള്ള തോന്നൽ എന്നിൽ തോന്നുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇല്ല, നീ എന്തായാലും ഇനി ഒറ്റപ്പെടാൻ പാടില്ല, ശിവാനിക്ക് ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഇവിടെ നിന്നെ എല്ലാവരും തള്ളിപ്പറയും, അതില്ലാതിരിക്കുക ഇപ്പോൾ തന്നെ ഒരു ഡോക്ടറെ കാണാം, നിനക്കൊരു കുഞ്ഞിനെ എടുക്കണം, ഒന്നെങ്കിൽ ദത്തെടുക്കുക അല്ലെങ്കിൽ ഗർഭപാത്രം വാടകയ്ക്ക് മേടിക്കുക, ഏതെങ്കിലും ഒന്ന് എന്തായാലും നടന്നിരിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഗൗതം നിധിയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച്, ഞാനൊരു തീരുമാനം എടുത്തിരിക്കുന്നു, നിനക്കൊരു കുഞ്ഞിനെ ഞാൻ സമ്മാനിക്കുക തന്നെ ചെയ്യും, നിനക്ക് പ്രസവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ രക്തത്തിൽ പിറക്കുന്ന അതേ കുഞ്ഞ് തന്നെ ഈ ഈശ്വരമംഗലത്ത് ഉണ്ടാവും എന്ന് പറയാനേട്ടോ. അങ്ങനെ ഗൗതം ഇനി ഡോക്ടറെ അടുത്തോട്ട് ഇറങ്ങുന്ന ആ ഒരു സീനാണ് ഇനി വരാനിരിക്കുന്നത് കേട്ടോ.